ഒരു മുറ്റത്ത് രണ്ട് കച്ചവടമോ? രണ്ടുപേർക്കും രണ്ട് നീതിയോ? മലങ്കരയിൽ എല്ലാവർക്കും ഒരു നീതിയാണെന്നാണ് വിശ്വാസികളുടെ ഇതുവരെയുമുള്ള വിശ്വാസം. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ആഗ്രഹവും. മലങ്കര ഓർത്തഡോക്സ് സഭയെ സമൂഹത്തിൽ നാണം കെടുത്തിയ ഒരു സംഭവമാണ് 2 മാസങ്ങൾക്ക് മുൻപ് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നടന്നത്. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മുൻ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ മാത്യൂസ് വാഴക്കുന്നമച്ചൻ ഭദ്രാസനാധിപനായ ജോഷുവ മാർ നിക്കോതിമോസിനെതിരെ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ നിക്കോതിമോസിനെ ഡാഷ് മോനെ എന്ന് വിളിച്ച സംഭവം നമ്മൾ കേട്ടതാണ്. മാത്യൂസ് അച്ഛനെതിരെ സഭാ നേതൃത്വം നടപടിയെടുക്കുകയും ചെയ്തു. എന്നാൽ അതേ പാത പിന്തുടർന്നിരിക്കുകയാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ സെക്രട്ടറിയായ ഗീവർഗീസ് കണിയാന്ത്ര അച്ഛനും. ഭദ്രാസന മെത്രാപ്പൊലിത്ത ഗബ്രിയേൽ തിരുമേനി കണിയാന്ത്ര അച്ഛന് അദ്ദേഹത്തിന്റെ താടിയുടെ രോമത്തിന്റെ വില പോലും ഇല്ലെന്നാണ് അച്ഛന്റെ അവകാശവാദം. അച്ഛൻ സഭാവിശ്വാസികളെ താടിയിൽ നിന്നും രോമം പറിച്ചിട്ട് കാണിച്ച് പറഞ്ഞു, ഇതിന്റെ വില പോലും നിന്റെ മെത്രാനില്ലെന്ന്. അദ്ദേഹത്തിന്റെ താടി രോമത്തിന് മെത്രാനേക്കാളും വിലയുണ്ടെന്ന് കേട്ട് നിന്ന വിശ്വാസികൾക്ക് അപ്പോഴാ മനസ്സിലായത്. അദ്ദേഹം കാണിച്ച താടിയിലെ രോമത്തിന് തമിഴ്നാട്ടിൽ വിളിക്കുന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പേര് പറയാതെ കാണിച്ചു തന്ന കണിയാന്ത്രയും വാഴക്കുന്നമച്ചനും തമ്മിൽ എന്താണ് വ്യത്യാസം? വാഴക്കുന്നതിനെതിരെ നടപടിയെടുത്ത സഭാ നേതൃത്വം എന്തുകൊണ്ട് കണിയാന്ത്രയ്ക്കെതിരെ നടപടിയെടുത്തില്ല? ഇതെന്റെ ചോദ്യമല്ല, വിശ്വാസികളുടെ ചോദ്യമാണ്. കണിയാന്ത്ര ഇത് കാണിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് സഭാ നേതൃത്വത്തിന്റെ ചോദ്യമെങ്കിൽ അത് അന്വേഷിക്കേണ്ട ചുമതല സഭയ്ക്കാണ്. അത് അന്വേഷിച്ച് കൂടുതൽ അലയുകയൊന്നും വേണ്ട. സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ തിരക്കിയാൽ മതി. കണ്ടും കേട്ടും നിന്ന വിശ്വാസികൾ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സഭാ നേതൃത്വത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ കേസ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. പല പരാതികൾ കൊടുത്തിട്ടും നടപടി വന്നില്ല. അതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെട്ടതെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഹൂദായ കാനോൻ ആചാരിത്വത്തിന്റെ 4ാം ഖണ്ഡികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പിസ്കോപ്പയെ പരിഹസിക്കുന്ന വൈദികർ മുടക്കണം. നിന്റെ ജനത്തിന്റെ തലവനെ കുറിച്ച് ചീത്തയായി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഈ നിയമം വച്ചാണ് വാഴക്കുന്നമച്ചനെതിരെ നടപടി എടുത്തതെങ്കിൽ കണിയാന്ത്ര അച്ഛനെതിരെയും നടപടി എടുക്കണം. ഇല്ലെങ്കിൽ വാഴക്കുന്നമച്ചനെ ശിക്ഷണ നടപടി അവസാനിപ്പിച്ച് തിരിച്ചെടുക്കണം. ഒരു മുറ്റത്ത് 2 നീതി പാടില്ല. സഭാ നേതൃത്വം മാതൃക കാണിക്കണം. ഉള്ളൂർ അരമന ഓഫീസിൽ കൂടി വന്ന വൈദികരെയും സഭാവിശ്വാസികളെയും സാക്ഷി നിർത്തിയാണ് ഇടവക മെത്രാപ്പൊലിത്തയെ പരസ്യമായി ആക്ഷേപിച്ചത്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഉള്ളൂർ അരമന ഓഫീസിൽ ഈ സംഭവം ഉണ്ടായത്. ഇത്രയും നാളായിട്ടും സഭാ നേതൃത്വം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിന് പിന്നിൽ ആരുടെ കരങ്ങളാണ്? ആരുടെ തിരക്കഥയാണ്? വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അല്പം താടിരോമം കൂടുതലായിട്ടുള്ള ഗീവർഗീസ് കണിയാന്ത്ര അച്ഛൻ ഇപ്പോൾ അംഗരക്ഷകരെ കൂട്ടിയാണ് നടക്കുന്നത്. മന്ത്രിമാർക്കും പോലീസ് മേധാവികൾക്കും ഉള്ളതുപോലെ C കാറ്റഗറി സുരക്ഷാ നിയമം ഒന്നും ഇല്ലെങ്കിലും സ്വയം ബ്ലാക്ക് കാറ്റുകളെ കൊണ്ടാണ് നടക്കുന്നത്. ഒരൊന്നൊന്നര നടത്തമാണ്. മുൻപിലും പിറകിലും അംഗരക്ഷകരായി ബ്ലാക്ക് കാറ്റുകൾ. ഇങ്ങനെ ഏതെങ്കിലും ഭദ്രാസന സെക്രട്ടറിമാർക്കുണ്ടോ സുരക്ഷ? ഭദ്രാസന സെക്രട്ടറിമാരായാൽ ഇങ്ങനെ വേണം. ഇവരൊന്നും ഓർത്തഡോക്സുകാരല്ലെന്നാണ് അസൂയക്കാർ പറയുന്നത്. പിന്നെ സുരക്ഷാ ജോലിക്ക് വരുന്നവരുടെ ജാതിയും മതവും നോക്കിയാണോ എടുക്കുന്നേ? എത്രയോ തിരുമേനിമാരുടെ ഡ്രൈവർമാർ അക്രൈസ്തവരുണ്ട്. പിന്നെ ഓർത്തഡോക്സുകാരല്ലാത്ത ഹിന്ദുക്കളുമായി, അതായത് അംഗരക്ഷകരുമായി നിരന്തരം ഉള്ളൂർ അരമനയിൽ വരുന്നത് ഒരു തെറ്റാണോ? ഈ വരവ് സഭാവിശ്വാസികൾ ചോദ്യം ചെയ്തപ്പോൾ ഒച്ചത്തിലുള്ള സംസാരമുണ്ടായി. ഈ സംസാരത്തിനിടയിലാണ് ഗീവർഗീസ് കണിയാന്ത്ര അച്ഛൻ കൂടി നിന്നവരുടെ തന്റെ അംഗരക്ഷകരുടെ പിൻബലത്തിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് തന്റെ കീഴ്ത്താടി രോമം പറിച്ചെടുത്ത് പറഞ്ഞത്, തിരുമേനിയെ ആക്ഷേപിച്ചത്. നീയും നിന്റെ മെത്രാനും എന്റെ ഈ താടി രോമത്തിന്റെ വിലയേ ഉള്ളുവെന്ന് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന വിശ്വാസികളിൽ തമിഴ്നാട് തിരുവങ്കോട്ടെ ഇടവക്കാരനായ മോൻസിയും ഉണ്ടായിരുന്നു. തമിഴ് ഭാഷാ പ്രയോഗം അറിയാവുന്ന തമിഴ്നാടിനോട് ചേർന്ന് താമസിക്കുന്ന ഭദ്രാസന സെക്രട്ടറിക്ക് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നല്ലവണ്ണം മനസ്സിലായത് മോൻസിക്കാണ്.